മാറ്റേ ഊട്ടിയിൽ ഇപ്പൊ പഴയ ആ തണുപ്പ് കിട്ടുന്നില്ലല്ലേ? ശരിയാടാ, ഇവിടെ ക്ലൈമറ്റ് കുറവാ ഇപ്പൊ. സത്യം. ഇതിലും ഭേദം നമ്മൾ നമ്മുടെ വീട്ടിലെ മുറിയില് 16 AC ഇട്ടിട്ട് കിടുകിടുകിടാന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഇത് വെറുതെ കയ്യിലെ കാശും പോയി സമയവും പോയി. ശരിയാ, വെറുതെ കഷ്ടപ്പെട്ട് വന്ന്. എന്റെ മരിയ, നീ രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കല്ലേ. നമ്മള് തിങ്കൾ ടു ശനി വരെ ഓഫീസിൽ കിടന്ന് പട്ടിപ്പണി എടുക്കണതിനാണ്. ഞായറാഴ്ച രാവിലെ എന്നൊന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാനാണ്. രാവിലെ തുടങ്ങി അടി തുടങ്ങിയാലല്ല വൈകിട്ടാവുമ്പോഴേക്കും ചീഞ്ഞ് വീഴണം. അതാണ് നമ്മുടെ ട്രെൻഡ്. മാറ്റി, ഞാൻ ഓഫീസിലിരിക്കുമ്പോഴെല്ലാം എനിക്ക് ചിന്ത വരുന്നറിയോ, ആ ബീവറേജ് ബില്ലടിക്കുന്ന ആ ചേച്ചി, അവരുടെ ആ കണ്ണ്, അവരുടെ ആ മൂക്ക്, അവരുടെ ചുണ്ട്, എന്ത് രസമാണ്. അവരുടെ സംസാരം ശ്രദ്ധിച്ചില്ലേ നമ്മൾ? പിന്നെ ഞാൻ നാളെ ഇല്ലേ നമ്മളിവിടെ ഊട്ടിയൊക്കെ ഇങ്ങനെ നടന്ന് സ്ഥലമൊക്കെ കാണൂലേ, അപ്പൊ ഇതുപോലത്തെ ജീൻസ് ഇട്ടോട്ടെ. നീ എന്തിനാ ജീൻസ് ഇടുന്നത്? ഞാൻ ഇട്ടോളാം ജീൻസ്. നീ ജീൻസ് ഒന്നും ഇടണ്ട. അന്നെങ്കിൽ ബെർമുഡ ഇട്ടോട്ടെ. ബെർമുഡേ? ബെർമുഡ ഇട്ട നല്ലല്ലേ? അയ്യടാ, അത് വേണ്ട. ബെർമുഡ ഒന്നും ഇടണ്ട. അതൊക്കെ ഞാൻ ഇട്ടോളാം. നീ ഒന്നും ഇടണ്ട. നീ ചുരിദാർ ഇട്ടാ മതി. ഈ ഷോള് പോലും നീ നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റരുത്. മനസ്സിലാവണ്ട? പറയണ പോലെ. നിന്റെ ഇച്ചായന് ഒന്നും ഇഷ്ടമല്ലെന്ന് അറിയാലോ. പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായ ഈ ചോദ്യങ്ങള്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടടിച്ചിട്ട് 2 എണ്ണം അങ്ങനെ. നിങ്ങൾ പറയുന്ന അടിച്ചാ ഞാൻ പറയണോ? ഞാൻ ഇല്ല. എനിക്കാണെങ്കിൽ മദ്യത്തിന്റെ മണം കേൾക്കുമ്പോ തന്നെ ഇടല്ലേ ഇങ്ങനെ ഓക്കാൻ വരും. ഞാൻ ഇല്ല. എനിക്ക് ഞങ്ങൾ മാത്രം അങ്ങനെ കമ്പനി അടിച്ചാൽ എന്നാ സുഖമുള്ള? നിങ്ങളും കൂടെ ഞാൻ വൃതാ മാറ്റി. എന്റെ കല്യാണം കഴിഞ്ഞ് 15 വർഷമായി. ഇതുവരെ എനിക്കൊരു കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അന്ന് തുടങ്ങിയതാ ഇവളുടെ വ്രതം. കല്യാണം കെട്ടി അന്ന് തൊട്ടും തുടങ്ങി നിന്റെ വ്രതം തുടങ്ങിയില്ലേ? ചേട്ടാ, ഞാൻ എന്തിനാ വ്രതം എടുക്കണേന്ന് ചോദിച്ചു നോക്ക്. ഇങ്ങനെ മദ്യപാനം നിർത്താൻ വേണ്ടിട്ടാണ്. നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ? അതെ, നിങ്ങൾ അതൊന്നും പറയണ്ട. ഞാനില്ല കേട്ടോ. ഞാനില്ല, സത്യമായിട്ടും ഞാനില്ല. ഞാൻ വെള്ളം അടിക്കാനില്ല. ബാഗൊക്കെ എടുത്തോ, പാഴ്സൽ ചെയ്തോ, നമുക്ക് വിടാം. പിള്ളമാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് നമ്മളെ വേണം തല്ല. അതുകൊണ്ടല്ല, കത്തി ഇറങ്ങും ചേട്ടാ. അതുകൊണ്ടാണ്. കത്തി ഇറങ്ങിക്കോട്ടെ. ഇറങ്ങി കഴിയുമ്പോ പിന്നെ അതൊരു സുഖമാണ്. കുഴപ്പമില്ല. ഞങ്ങളില്ല. ഞാൻ ഒരു കാര്യം പറയാം. എടി കുഞ്ഞെ, ഞാൻ 4ാം ക്ലാസ്സിൽ കള്ളുകൂടി തുടങ്ങിയ ആളാ. 4ാം ക്ലാസ്സിലാ? എന്റെ അപ്പം പട്ടക്കട ചാരക്കടക്കാരനായിരുന്നു. പുള്ളി ഒരു അടപ്പിൽ എനിക്ക് ഒഴിച്ചു തരും. ഫസ്റ്റ് സാധനം ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം പുള്ളി കൊടുക്കത്തുള്ളൂ. നിനക്കറിയാവോ, നിന്റെ ഈ ചായല്ലേ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോ 5 കൂട്ടുകാരും കൂടി ബാറിൽ പോയി. എന്നിട്ടൊരു ബിയർ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ല, ഞങ്ങൾ 5 പേരും കൂടി സോഡ ഒഴിച്ച് അങ്ങോട്ട് അടിച്ച്. ബിയറില്ല അന്ന് നമുക്കറിയില്ല ഇതിനകത്തൊക്കെയാണ് വെള്ളം ഒഴിക്കണത്. സോഡ ഒഴിച്ച് അടിച്ചിട്ടുണ്ടല്ല. അവിടെ വെട്ടിയിട്ട വാഴ പോലെ വീണ്ട. വൈകുന്നേരം അപ്പനെ അന്വേഷിച്ചു വന്നിട്ട് എന്നെ തോളത്തെടുത്തിട്ട് പോയത്. 10ാം ക്ലാസ് ജയിച്ചതിനാണോ ചെലവ്? ഞാൻ തോറ്റുപോയി. അതിന്റെ ചെലവ് സങ്കടം കൊണ്ട് ചെലവില്ല. അപ്പൊ ഇത്ര ഉള്ളു. ഇതൊന്നും കത്തി ഇറങ്ങൂല. മതി, ഇനിയും പോവാ. അങ്ങനെ പറയല്ലേ. പിന്നെ നിങ്ങളോട് ഒരു ഇത്തിരിയല്ലേ കഴിക്കാൻ പറഞ്ഞത്? ഒന്നൊരു പണി ചെയ്യാം. ഒരു മുത്ത്, അത്രേ ഉള്ളു. അതിൽ കൂടുതൽ കഴിക്കാൻ പറയരുത്. ഒരു 10 വേണ്ട. 10 ഒന്നും വേണ്ട. 5 മതി. 10 തരുള്ളൂ ഞാൻ. ഒഴിക്കല്ലേ. ഈ പറഞ്ഞാണ് 10 എന്ന് പറഞ്ഞത്. മതി. ഞാൻ ഒഴിക്കലട്ടെ. വേണ്ടട്ടാ. ഇതാണ് 10 എന്ന് പറഞ്ഞ ഈ സാധനം. പിടിച്ചേ ചിന്നമ്മേ, എടി കള്ളിച്ചൽ. വെള്ളമില്ലെന്ന് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കത്തി ഇറങ്ങും. വേണ്ടട്ടോ, എനിക്ക് വേണ്ട. അധികം കഴിക്കാൻ നിൽക്കല്ലേ. വേണ്ടട്ടോ, വേണ്ട. അധികം കഴിക്കല്ലേ നീ. ഞാൻ പറഞ്ഞല്ലേ, അനാവശ്യമായിട്ട് കഴിക്കേണ്ട തലകറങ്ങുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആർക്ക് വേണ്ടി വെച്ചേക്കുവാ? പരിചയമില്ലാത്തുള്ള കഴിയ അതാണ്. ബ്രാൻഡിയാണോ ഇത്? ഇത് ബ്രാൻഡി. എന്താ സ്കോച്ച് വാങ്ങിക്കാൻ നിങ്ങള്? സ്കോച്ച് എന്താ വാങ്ങിക്കാൻ? ഇത് പൊളിയല്ല. ഇത് വെറും പൊട്ട ബ്രാൻഡി. സ്കോച്ച് വാങ്ങിച്ചു വിടായിരുന്ന? അല്ല, സ്കോച്ച് നീ കള്ളൊക്കെ കുടിക്കോടി? കള്ളു കുടിക്കാൻ നീ എത്രാം ക്ലാസ് വെച്ച് കള്ളു കുടിക്കുമെന്നാ പറഞ്ഞത്? നീ വായിട്ട് നോക്കി. നീ വെറും
പിച്ച. നീ വെറും പിച്ചയാണ്. നീ 10 കാശിന് ഗതിയില്ലാത്ത പിച്ച. അച്ചാറുണ്ടോടാ? അച്ഛനുണ്ട്. അച്ചാറില്ലേ? ഒരെണ്ണം ഒഴിക്കടി, ഒരെണ്ണം. അല്ലെങ്കിൽ fix എങ്കിലും താ. എടി, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ ജീൻസ് ഇട്ടോട്ടെന്ന് ചോദിച്ചില്ലേ? അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? ജീൻസ് ഉണ്ട്, അതൊക്കെ കൊള്ളൂല. ജീൻസ് ഇട്ട എന്താണ് കുഴപ്പം? ഞാൻ ജീൻസ് ഇട്ട എന്താണ് കുഴപ്പം? എന്താടാ ഞാൻ ജീൻസ് അല്ല, ഞാൻ നാളെ ഞാൻ ഇത്ര ഉള്ള ഡ്രസ് ഇട്ടോണ്ട് ഊട്ടി കൂടെ ഞാൻ ഇങ്ങനെ നടക്കും. നീ നോക്കിക്കോ. നീ എന്താണ് പറഞ്ഞത് നേരത്തെ? ബിവറേജിൽ ആരെ നോക്കിന്നാണ് നീ പറഞ്ഞത്? അവിടുത്തെ ഇതടിക്കണ പെണ്ണിനാ. അവളുടെ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് പറഞ്ഞല്ലേ? എടാ നിനക്കറിയോടാ, ഞാൻ ബാംഗ്ലൂര് പബ്ബില് ഡിക്സനുമായിട്ട് അടിച്ചു പൊളിച്ചത്രയൊന്നും നീ അടിച്ചു പൊളിച്ചിട്ടില്ലല്ലോ. ഡിക്സൺ എന്ന് പറഞ്ഞ എന്റെ എക്സ്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എല്ലാം ഉണ്ട്. അവൻ നാളെ വരുന്നുണ്ട് ഇവിടെ. ഊട്ടി വരും. ഞാൻ അവന്റെ കൂടെ ഇത്ര ഉള്ള ഡ്രസ് ഇട്ട് നടക്കുന്നത് നീ കണ്ടോടാ, നീ കണ്ടോടാ. നീ അങ്ങോട്ട് മാറണോ, അങ്ങോട്ട് പായിട്ട് നോക്കി നിൽക്കാതെ. ഒഴിച്ചുകൂടെ സമാധാനപ്പെടി. നിനക്ക് ഇതുപോലെ വല്ല എക്സ് ഉണ്ടായിരുന്നോ? അയ്യേ, ഞാൻ അവക പരിപാടിക്കൊന്നും നിൽക്കൂല. പക്ഷെ ഒരു വയ്യുണ്ട്. വയ്യ? ഒരു യോഹന്ന. ദൈവം തമ്പുരാനെ. നീയൊക്കെ എന്താ അനുഭവിച്ചത്? ഈ കോംപ്ലക്സ് കണ്ടുപിടിച്ചത് തന്നെ ദാ ഈ നിക്കുന്ന ഈ പിശാശ. ഞങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് നടക്കണത് നീ കണ്ടിട്ടുണ്ടാ? കാണൂല. അതെന്താ കാര്യം? ഞാൻ മുമ്പേ നടക്കുമ്പോ ഇയാള് ബാക്കിൽ നടക്കും, ഞാൻ ബാക്കിൽ നടക്കുമ്പോ ഇയാള് മുമ്പേ നടക്കും. എന്താ കാരണം? എഴുന്നേക്ക്, എഴുന്നേക്ക്. മാർട്ടിനത് നോക്കിയേ, ഞങ്ങൾ തമ്മില് എന്താ തോന്നണ കണ്ടിട്ട്? ബുർജ് ഖലീഫ ഇവിടെ താഴെ പെട്ടിക്കട ചോലുണ്ട്. കോംപ്ലക്സിന്റെ ആശാനാണ്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴുണ്ടല്ലോ, അതാണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്, ചേട്ടാ എന്താ പേര്? അത് ഉയരം. ഇങ്ങനെ നല്ല ഹൈറ്റ് ആയിരുന്നല്ല. ഞാൻ ആ ഹൈറ്റ് കണ്ടിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. അത് ഇനി താലി കെട്ടാൻ നേരത്ത് കല്യാണ മണ്ഡപത്തിൽ ചെന്നപ്പോ ഞാൻ ഇങ്ങനെ നിന്നതറിയ, ഇങ്ങനെ ചെരുപ്പൂരില്ലേ, അന്ന് തുടങ്ങിയ വൈരാഗ്യാണ് എനിക്ക് ഇങ്ങേരോട്. സത്യം പറഞ്ഞ എനിക്ക് ഒരു വൃതവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അന്നേരത്തെ വൈരാഗ്യാണ് എനിക്ക് ഈ 15 കൊല്ലം ഞാൻ തീർക്കണത്. ഞാൻ തൊടിക്കില്ലല്ലോ ഇങ്ങനെ. സാഡ് മൂഡ് നമുക്ക് വേണ്ട. എനിക്കാണെങ്കിൽ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് തുള്ളണം. ഒരു പാട്ട് പാടാം. പാട്ട് നിന്റെ പാട്ട് പാടുന്നത് നീ അങ്ങോട്ട് നമ്മുടെ പള്ളിയിൽ കുർബാന കൂടാൻ വന്നിരിക്കണ. നീ നിന്റെ പാടണ്ട, ഒരു പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യണം. ഒരു പാട്ട് പ്ലേ ചെയ്യണം. പൊന്നെ തലപ്രാന്തി. ഒരു അടിച്ചുപൊളി പാട്ട്, അടിച്ചുപൊളി പാട്ട്. നീക്ക് ഇങ്ങനെ ആവോ? ಇದು ನವ ಸುಮಶರ ವಲಯದ ಲಹರಿ ಹರಿತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ മധുവിധു നുകരുക നീ ഇതാണ് മൂഡ്. കുറച്ചുകൂടെ നല്ല പാട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കളിക്കായിരുന്നു. അടുത്ത വണ്ടിക്ക് കയറി പോകാം. ഏയ് വേണ്ട, അവരവിടെ കിടന്നുറങ്ങിക്കോട്ടെ. 2 ഓഫായിട്ടുണ്ട്. നമുക്കും പോയി റൂമിൽ പോയി കിടക്കാം. നിങ്ങൾ ഇവിടെ കിടന്നാ മതി. വാ. ഉറങ്ങിയില്ലായിരുന്നാ? എടാ ഞങ്ങൾ ഓണായപ്പോ നീയൊക്കെ പോണ. എവിടെ പോണ്ട നീയൊക്കെ? അല്ല ഉറങ്ങാൻ ഇനി രാവിലെ നമുക്ക് പോകണ്ടേ? ഉറങ്ങാനാ? എവിടെ ഉറങ്ങാൻ? എടാ കള്ളു തീർന്നിട്ട് പോയി വാങ്ങിച്ചോണ്ട് വേടാ. ഇനി സമയം രാത്രി 12 മണി. ബാറൊക്കെ അടച്ചിനി കിട്ടില്ല. എടാ ബാറൊക്കെ അടച്ചെങ്കിൽ ഏതെങ്കിലും കട കുത്തി തുറന്നിട്ട് പോയി മേടിച്ചോണ്ട് വേടാ. ഞങ്ങൾ ഇപ്പഴല്ലേ മൂടായത്. ഓണരുണ്ട്. ಇದು ನವ ಸುಮಶರ ವಲಯದ ಲಹರಿ ಹರಿತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ